രാഹുൽ സഭയിലെത്തും. എന്തു വില കൊടുത്തും രാഹുലിനെ വരുന്ന 15-ാം തീയതി നിയമസഭയിൽ കാലുകുത്തിക്കില്ല എന്ന വാശിയിലാണ് കേക്കച്ചൻ. അതിനായി കളിക്കാവുന്ന സകല നാറിയ കളികളും കേക്കച്ചൻ അണിയറയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ BJP എതിർപ്പിനേക്കാളും വലിയ പ്രതിബന്ധമാണ് കേക്കച്ചൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി രാഹുലിനെ സ്നേഹിക്കുന്നവർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂരിലുള്ള വീട്ടിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവരുവാനുള്ള പദ്ധതികളാണ് പാലക്കാട്ടുള്ള വോട്ടർമാരും സേവ് കേരള മൂവ്മെൻറ്റ് പ്രവർത്തകരും ചേർന്ന് ഒരുക്കുന്നത്. പോലീസ് സംരക്ഷണവും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സതീശൻ ഇനിയും അടങ്ങാത്ത പക്ഷം 15-ാം തീയതി മുതൽ കേക്കച്ചനെ മണ്ഡലത്തിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള 7 മാസ കർമ്മ പദ്ധതി മിഷൻ 210ക്ക് തുടക്കം കുറിക്കും. 2001 മുതൽ കഴിഞ്ഞ 5 തവണ ജയിക്കുവാൻ സതീശൻ നടത്തിയ സകല തരികടകളും അട്ടിമറികളും ഞങ്ങൾ ആദ്യം അനാവരണം ചെയ്യും. ജനങ്ങളെ ബോധവാന്മാരാക്കും. പറവൂരിൽ മണലടി നടത്തിക്കൊണ്ടിരുന്ന തീവട്ടിയെ കള്ളപ്പണ ഇടപാടുകളുടെ PS-ഉം പിന്നെ ബിനാമിയുമാക്കിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പറവൂറുകാർ മനസ്സിലാക്കണം. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 15-ാം ദിനത്തിൽ ഇന്ന് ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് രാഹുൽ സഭയിൽ എത്തണം എന്നാണ്. ജനങ്ങൾ കൂടെയുള്ളപ്പോൾ പിന്നെ ഏത് മൈത്താണ്ടിയെ രാഹുൽ പേടിക്കണം? കേക്കച്ചൻ പറവൂരിൽ പണിമേടിക്കുവാൻ തയ്യാറായിരുന്നു കൊള്ളുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണം തുടരുന്നു. സുരേഷ് ബാബു പെരുമ്പാവൂരിൽ നിന്ന്. പിന്നെ നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ അതിൽ പ്രധാന കാരണം UDF തന്നെയാണ്. കട്ടപ്പ ബാഹുബലി ആ സീക്വൻസ് അതെല്ലാം കറക്റ്റാണ്, സത്യമാണ്. VD സതീശൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഇതെല്ലാം സ്ക്രിപ്റ്റഡായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സുനിൽജി, അതിൽ ഒരു മാറ്റവും ഇല്ല. നമുക്കറിയാം VD സതീശനും പിണറായിയുമായിട്ടുള്ള നെക്സസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാൻ നിൽക്കുന്നത് UDF തന്നെയാണ്. അതിനവർക്ക് വ്യക്തമായ അജണ്ടയുണ്ട്, പ്രൊപ്പഗാണ്ടയുണ്ട്. VD സതീശൻ മുന്നിലാണ്. കാരണം ഈ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പും ഇലക്ഷനും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണിത്. ചില മീഡിയ റിപ്പോർട്ട് പ്രകാരം ഇൻ്റലിജൻസിൻ്റെ ആ ഒരു സർവേയിൽ വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. UDFന് മാക്സിമം മെജോറിറ്റി കിട്ടും 2026. BJPയും 6-7 സീറ്റ് പിടിക്കും. LDFനുള്ളത് വളരെ കുറവാണ്. അതിൻ്റെ പിറ്റേന്ന് തൊട്ടാണ് ഈ ഇഷ്യൂടെ പൊന്തി വന്നത്. അപ്പോൾ ഇതെല്ലാം പ്ലാൻഡാണ്. രണ്ട് കൂട്ടർക്കും പങ്കുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ ഇത് മുകേഷും എന്താ പറയുക ഗണേശനും ഒക്കെ CPMൽ എപ്പോഴും തുടരുന്നുണ്ട്. MLA ആയിട്ടും മന്ത്രിയായിട്ടും രാഹുൽ രാജിവെക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കമ്പാരിസണിൽ വരുന്ന ഒരു സംഭവം അല്ല, ഇതൊരു സബ്ജക്റ്റ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷും ഗണേശനും ഇപ്പോഴും തുടരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം VD സതീശൻ ലെഡ് UDF ആണ്. കാരണം എന്തുകൊണ്ട്? ഇവർക്ക് കഴിവില്ല, UDFന് കഴിവില്ല. അവരുടെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇപ്പോഴും അവർ തുടരുന്നത്. അതേസമയം CPM മിണ്ടാതിരിക്കത്തില്ല. നമുക്കറിയാമല്ലോ LDF എന്താണെന്നുള്ളത്. അവരുടെ പ്രക്ഷോഭങ്ങളും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ അവർ ചുമ്മാ ഇരിക്കത്തില്ല. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. കഴിവുകെട്ട ഈ VD സതീശൻ ടീമുമാണ് ഇതിന് എല്ലാത്തിനും ഇപ്പം കാരണം. ഇത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്വപ്ന സുരേഷ് തെളിവോടുകൂടി എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വിട്ടു അല്ലേ, 2023 തന്നെ. എത്രയോ വർഷങ്ങളായി ഈ VD സതീശൻ അല്ലെന്നുണ്ടെങ്കിൽ UDF വിചാരിച്ചു എന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമുക്ക് ഈ പിണറായി വിജയൻ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട എല്ലാ സന്ദർഭങ്ങളും ഒത്തുകിട്ടിയതായിരുന്നു ഇവർക്ക്. പക്ഷേ ഇവർ ചുമ്മായിരുന്നു. അവിടെ ഇവർ സ്വപ്നയെ ബ്ലെയിം ചെയ്തു. അതാണ് ഇങ്ങേരുടെ കുഴപ്പം. അപ്പോൾ ഈ കഴിവുകെട്ടവന്മാർ ഈ എന്താ പറയുക ഓപ്പോസിഷൻ ലീഡറായിട്ട് പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ മുഖ്യമന്ത്രിയായുള്ള ഗതിയൊന്ന് ആലോചിച്ച് നോക്കുക കേരളത്തിൻ്റെ കാര്യം. അതായത് രണ്ടും കെട്ട രീതിയിൽ ഈ കിഴങ്ങന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിൻ്റെ പതനത്തിൽ വളരെ സങ്കടമുണ്ട്. പക്ഷേ അവനതിന് എന്താ പറയുക ഡിസർവിങ് ആണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഇത് നേരിടേണ്ട എന്താ പറയുക ഇപ്പോൾ കടന്നു പോകുന്നതിന് കംപ്ലീറ്റ്ലി ഡിസർവിങ് ആണ്. കയ്യിലിരിപ്പ് അതാണല്ലോ. പക്ഷേ അതിനെക്കാട്ടിൽ കൂടുതൽ VD സതീശനും അവൻ്റെ അനുയായികളുമാണ് ഇവിടുത്തെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പത്തനംതിട്ടയിൽ നിന്നാണ്, പുല്ലാവൂർ നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ പേര് ഷാജി എന്നാ. സാറേ, ഈ VD സതീശൻ പറയുന്ന പോലെയാണോ സാറേ ഒരു പാലക്കാട് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധി നിയമസഭയിലെ സമ്മേളനത്തിൽ സംബന്ധിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം ആവശ്യം ഈ VD സതീശനാണോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് പൊതുജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തതും ഇലക്ട് ചെയ്ത് വിജയിപ്പിച്ചതും ഒക്കെ സംബന്ധിച്ചു. പക്ഷെ അവിടുത്തെ ആ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം. അദ്ദേഹത്തിന് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്.
ഈ ഗവർണർ ഈ ചുമ്മാതെ ഈ വി ഡി സതീശന്റെ പിന്നെ ഈ ഓലപ്പാമ്പ് കളിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണോ? ഇവന്റെ തമാശയ്ക്ക് കൂട്ടു നിൽക്കുന്ന വ്യക്തിയാണോ ഒരു ഗവർണർ എന്ന് പറയുന്നത്? അദ്ദേഹത്തിന്റെ സമയം കളഞ്ഞിട്ട് ഒരു പ്രതിനിധിയെ നിയമസഭയുടെ മെമ്പറാക്കി സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കാൻ തലയ്ക്ക് വെളിവില്ലാഞ്ഞിട്ടാണോ? ഇവൻ ആരാ ഈ പിന്നെ പാലക്കാടിന്റെ MLA നിയമസഭയിൽ വന്നേക്കരുത്, എത്തിയേക്കരുത്, സംബന്ധിക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഇവൻ ആരാ ഈ ചെറ്റ? നാക്കൊക്കെ നന്നായി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇവൻ അവന്റെ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇവനെ കോൺഗ്രസിന്റെ മാത്രം ഒരു പ്രതിപക്ഷ നേതാവാണോ ഇവൻ? സത്യത്തിൽ പൊതുജനങ്ങളുടെ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് അവൻ അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ പൊതുജനത്തിന് വേണ്ടി ഇവനെ കൊണ്ട് എന്ത് സാധിച്ചു? ഒരു ഭരണപക്ഷം എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി ഒരു തീരുമാനം കൈക്കൊള്ളത്തക്ക രീതിയിൽ അവരെ സഭയെ സ്തംഭിപ്പിക്കത്തക്ക രീതിയിൽ എന്ത് നടപടി സ്വീകരിക്കാൻ ഇവനെ കൊണ്ട് കഴിഞ്ഞത് ഒന്ന് പറയട്ടെ. ഈ VD സതീശനോ അവന്റെ കോൺഗ്രസോ പാർട്ടിയോ ഒന്ന് പറയട്ടെ. ഒരു കാര്യത്തിൽ വിരൽ ചലിപ്പിക്കാൻ ഇവനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പിണറായി സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്തൊക്കെയോ കോത്താഴത്ത് വർത്താനം പറഞ്ഞിട്ട് കയറി പോവുകയാണ് ഈ VD സതീശൻ ചെയ്യുന്നത്. അല്ലാതെ ഇതിനെതിരെ ശക്തിയുക്തം ഒരു കാര്യം നിയമസഭയിൽ പ്രതിഷേധം പറയുവാനോ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ കൈക്കൊണ്ടിരിക്കുന്ന നടപടികളിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഈ VD സതീശന്റെ ഒരു വാക്കുകൊണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. ഈ നിയമസഭയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവൻ ഈ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു. എന്ത് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു? ഇവൻ പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാകും? ഇവന് നാണമുള്ള നാറിയാണെങ്കിൽ ഇവൻ ഈ കേരളത്തിലെ പൊതുജനങ്ങളുടെ കരത്തിന്റെ പൈസ മേടിച്ച് ശമ്പളം മേടിച്ച് ഒന്നും അല്ലെങ്കിലും മേടിച്ച് തിന്നുന്നതിന്റെ ഒരു മര്യാദ പൊതുജനത്തോട് കാണിക്കട്ടെ. ചുമ്മാതെ തിന്നേച്ച് ഏകമ്പക്കം വിട്ട് ചുമ്മാതെ കാല് ഭാഗത്ത് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത്. ഇവൻ പറയുന്ന ഈ പൊട്ടത്താപ്പ് കേട്ട് കേരളത്തിലെ പൊതുജനങ്ങൾ കാത്തു നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇവൻ എന്താ പൊതുജനത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? കോൺഗ്രസിനെ പറ്റിയാണെങ്കിലും BJP പറ്റിയാണെങ്കിലും ഇവിടുത്തെ CPM സംബന്ധിച്ചാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ആരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് കൃത്യമായി തിരിച്ചറിയാനുള്ള പ്രാപ്തി ഇവിടുത്തെ പൊതുജനത്തിനുണ്ട്. ഈ VD സതീശൻ ഒന്നും ഇവിടുത്തെ കേരളത്തിൽ ഒരു ജനത്തിനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. ഒരുത്തനും ഒരു CPM കാരനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഇവിടെ BJPയുടെ ഒരു പ്രതി ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പൊതുജനം മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ? പൊതുജനങ്ങൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഇവരുടെ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ? പിന്നെ ഇവൻ ആരെ പറഞ്ഞ് ബോധിപ്പിക്കുമെന്നാ പറയുന്നത്? ഇവന്റെ നിലപാടുകളിൽ നിന്ന് ഇവൻ തല പോയാലും മാറത്തില്ലെന്ന് പറയാം. അത് അവന്റെ വീട്ടിൽ ചെന്ന് കാണിച്ചാൽ മതി, പൊതുജനത്തിന്റെ അടുത്ത് വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ കഴിവുറ്റ ഒരു നേതാവിനെയാണ് നമ്മൾ കേരളം ഒരു നേതാവിനെയല്ല, കേരളത്തിന്റെ 14 ജില്ലകളിലും ഇതുപോലെ കഴിവുറ്റ നേതാക്കളെയാണ് നമുക്ക് ആവശ്യം. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ. പൊതുജനത്തിന്റെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കഴിവുള്ള നേതാക്കന്മാരെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. രാഹുലിന് എന്ത് തെറ്റുണ്ടായിട്ടാ ഇവൻ ഈ പ്രാഥമിക അംഗത്വം പോലും നിർത്തിക്കളഞ്ഞത്? എന്ത് കാര്യം ഉണ്ടായിട്ടാ? ഏതെങ്കിലും ഒരു നേതാക്കന്മാര് എടുക്കുന്ന നിലപാടാണോ ഈ VD സതീശൻ കൈക്കൊണ്ടത്? കുറെ നേതാക്കന്മാരുണ്ട്. ഇവനെടുത്ത ഈ തലപോക്ക് നിയമം, ഈ തീരുമാനം ഇതിനെ തിരുത്താൻ പറയാൻ പോലും പ്രാപ്തി ഇല്ലാത്ത കുറെ നാറികളാണ് UDS KPCC മെമ്പർമാരായിട്ടിരിക്കുന്ന ഓരോ ജില്ലയിലും ഇരിക്കുന്ന മെമ്പർമാര്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടേ? അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? രാഹുലിന്റെ സ്ഥാനം തെറിപ്പിക്കുന്നതില് വേണുഗോപാൽ ഉൾപ്പെടെ, രമേശൻ ഉൾപ്പെടെ, നമ്മുടെ VD സതീശൻ, ഇവർക്ക് 3 പേർക്കും തുല്യമായ പങ്കാണുള്ളത്. VD സതീശൻ ചാടി കളിക്കുന്നുണ്ട്, മാധ്യമങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് ചാടി കളിക്കുന്നുണ്ട്. മറ്റേ കള്ളന്മാർ രണ്ടും പാത്തിരിക്കുകയാണ്. ഇവന്മാര് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. അവനെ പുറത്താക്കണം. പണ്ട് യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവനെ ക്രൂശിക്കാൻ വേണ്ടി ഇവന്മാര് കിടന്നിട്ട് കണ്ടക്ഷോഭം ചെയ്യുന്നുണ്ട്. ആര്? VD സതീശൻ. കോൺഗ്രസിന് വേണ്ടിയിട്ട് ബാധിക്കുക. കോൺഗ്രസിന്റെ എന്തോ മറ്റേ സാമാനം തേഞ്ഞു പോയതുപോലാണ് ഇവന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ. കോൺഗ്രസിൽ ആരുണ്ടടാ പെണ്ണ് പിടിക്കാത്തവൻ? ഏതുണ്ട്? ഈ പറയുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ നീ ഉൾപ്പെടെ കണ്ട പെണ്ണുങ്ങളുടെ പറഞ്ഞവനല്ലേ? അല്ലേ? നിനക്ക് ആർജവമുണ്ടോ പൊതുമധ്യത്തിൽ വന്നതെന്ന് പറയാൻ? ഞാൻ എന്റെ ഭാര്യയുടെ അല്ലാതെ ഒരു പൊതുസമൂഹത്തിൽ ഒരു വനിതയുടെയും പൊക്കിയിട്ടില്ല എന്ന് പറയാൻ നിനക്ക് ആർജവം ഉണ്ടോടാ VD സതീശൻ? നിന്നോടാടാ ചോദിക്കുന്നത്. നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ ആരുണ്ട്? ഏത് നേതാവുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ, സ്വന്തം ഭാര്യയുടെ ശരീരത്തിലല്ലാതെ തൊടാത്തവരാരുണ്ടെന്ന് പറഞ്ഞു തന്നട്ടെ. VD സതീശന് ഉറപ്പുണ്ടോ? അവന് പൊതുജനത്തിന്റെ മുന്നിൽ വന്നിട്ട് ഞാനൊരു സ്ത്രീയുടെയും ശരീരത്തിൽ തൊട്ടിട്ടില്ല, ഞാൻ ഒരു സ്ത്രീയെ മോശമായി നോക്കിയിട്ടില്ല, ഒരു അപമര്യാദയായ സംസാരം എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടെന്ന് പറയാൻ അവന് ഉറപ്പുണ്ടോ? ഓരോ തന്തയ്ക്ക് ജനിച്ചവനാണ് അവനെ വെല്ലുവിളിക്കുക. നിനക്ക് ഉറപ്പുണ്ടോ പറയാനായിട്ട്?
പിന്നെ കഴിയാത്ത കാര്യത്തെപ്പറ്റി നീ എന്തിനാണ് വെറുതെ ഈ ജനങ്ങളുടെ മുമ്പിൽ കിടന്നുണ്ട് ഈ കുരങ്ങനെ പോലെ കിടന്നുണ്ട് തുള്ളിച്ചാടുന്നേ? നിനക്ക് വിജയം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച് നീ നക്കിക്കോ. പക്ഷേ കോൺഗ്രസിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കരുത് പൊന്നുമോനെ. അത് നീ ഇരിക്കുന്ന കൊമ്പ് കൂട്ടുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ചെയ്യരുത്. നിനക്കിപ്പോൾ നീ കഴിഞ്ഞ ദിവസം ദുബൈക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നീ വേണ്ട വണ്ണം കോഴപ്പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പുറത്താക്കാവുന്ന 100 കണക്കിന് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഒരു കാര്യത്തിൽ പോലും ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് തന്നെ നമ്മൾ നോക്കുക, ഇന്ന് സമരം നടന്നു. ഈ സമരത്തിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാര് ട്രിവാൻഡ്രത്ത് നടത്തിയ പ്രക്ഷോഭത്തിൽ എന്ത് കാര്യങ്ങൾ അവർ ചെയ്തേ? കുറച്ചു നേരം കുറെ മുദ്രാവാക്യം വിളിച്ച് കുറെ വെള്ളം കളഞ്ഞിട്ട് പോയെന്നുള്ള അല്ലാതെ ടാങ്കിൽ കിടന്ന കുറച്ച് വെള്ളം അമ്മയുടെ ദേഹത്തടിച്ച് അമാര് കളഞ്ഞെന്നുള്ള അല്ലാതെ അമ്മർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഇതാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ചെയ്യുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്നവർ ചെയ്യുന്നതും. ചുമ്മാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പ്രക്ഷോഭം, അല്ലെങ്കിൽ ഒരു പൊതുജനത്തെ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്നിട്ട് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോവുക. കയറി ചെല്ലണ്ടേ പോലീസുകാരൻ? അവന്റെ വീട്ടിൽ കയറി ചെല്ലണ്ടേ? ആ കള്ള പോലീസുകാരന്റെ വീട്ടിൽ കയറി ചെന്ന് അവനെ വലിച്ചെറുക്കണ്ടേ? അവനുള്ളിടത്തെ തുളുമ്പളെല്ലാം ചുമ്മാതെ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അങ്ങ് എന്തൊക്കെയോ കാണിച്ചു. ഏകദേശം മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടമാണ് ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ ഒരു പക്ഷെങ്കിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടായേനും, ചില അടിപിടികൾ ഉണ്ടായേനും. അത് വീണ്ടും കോൺഗ്രസിനെ പൊതുജനത്തിന് മുമ്പിൽ അതൊരു നമുക്കൊരു ഒരു ഒരു പവർ ഉണ്ടാക്കിയെടുത്തേനെ വരും. ലെജിസ്ലേറ്റീവില് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഗവർണറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കാലപരിധി തീരും വരെയും അദ്ദേഹം ആ സോണിന്റെ പ്രത്യേക മേഖലയുടെ അധിപതിയാണ്, പ്രതിനിധിയാണ്. അദ്ദേഹം തീർച്ചയായും പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചിരിക്കണം. പാലക്കാടിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് വി ഡി സതീശൻ പോകണ്ട. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം രാഹുൽ മാങ്കൂട്ടുമുണ്ട്, കേരളത്തിലെ പൊതുജനങ്ങളുമുണ്ട്. അവർ കാര്യങ്ങൾ നോക്കിക്കോളും. കോൺഗ്രസിന്റെ നേതാവാണെങ്കിൽ വി ഡി സതീശൻ കോൺഗ്രസിനകത്തെ കാര്യം നോക്കിയാൽ മതി. MLA യുടെ കാര്യം നോക്കാനായിട്ട് തൽക്കാലം വി ഡി സതീശൻ ശ്രമിക്കേണ്ട. റഹീമാണ് പെരുമ്പാവൂരിന്നാണ്. പിന്നെ നമ്മുടെയൊക്കെ കാരണവന്മാരായിട്ട് നമ്മുടെയൊക്കെ നാട്ടില് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ തീവ്രമായ പ്രയത്നം, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടും തല്ലുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ വളർത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഒരു 2020 മുതൽ ഇതിന്റെ ട്രെൻഡ് മാറിയിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ അകത്ത് കുറെ ആളുകൾ ടാർഗറ്റഡ് ആണ്. പണ്ട് A മുതൽ Z വരെയുള്ള ഗ്രൂപ്പ് ഈ പറഞ്ഞ കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ അത് എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഗ്രൂപ്പിസം കൂടാതെ ഒരു സെൽഫിസവും കൂടി ഇതിന്റെ അകത്ത് വന്നേക്കാണ്. ഞാൻ എന്ന് പറയുന്ന ഒരു ഞാൻ എന്ന ഭാവം എല്ലാവർക്കും വന്നേക്കാണ്. പ്രത്യേകിച്ച് ഒരു 4-5 പേർക്ക് എനിക്ക് മുഖ്യമന്ത്രിയാവണം, എനിക്ക് മന്ത്രിസഭയിൽ ഏറ്റവും നല്ല അധികാരം കിട്ടണം, ഞാനൊരു മന്ത്രിയാവണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. ഈ ഞാൻ എന്ന് ചിന്തിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ്. 85 വയസ്സുള്ള സ്ത്രീ മുതൽ സോഷ്യൽ മീഡിയയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കാരണവന്മാരായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ സാധനത്തിനെ തകർത്ത് നശിപ്പിച്ച് കളയാൻ 2-3 ആളുകൾ കൂടി വിചാരിച്ചാൽ ഇത് പറ്റും എന്ന് പറഞ്ഞ സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത അധികാര സമിതി ഇതിൻ്റെ അകത്തൊരു യോഗം വിളിച്ചിട്ട് ജനങ്ങളുടെ ഇടയിലുള്ള ആശങ്ക മാറ്റാൻ വേണ്ടി വീടാന്തരമൊക്കെ കയറി നടക്കുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനെതിരെയും ശക്തമായ ക്യാമ്പയിൻമെന്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയേക്കണ തെറ്റുകൾ, നിങ്ങൾക്ക് പറ്റിയേക്കണ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട്, അത് ജനങ്ങളോട് നേരിട്ട് തുറന്ന് പറഞ്ഞാൽ അപ്പോഴുള്ളൊരു പ്രയാസമുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കും. ആ ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് ആളുകളെ ക്ഷണിച്ചില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ കോൺഗ്രസിന്റെ അവസാനത്തെ ആണിയായിരിക്കും. ശവപ്പെട്ടിയുടെ മുകളിലടിക്കുന്ന അവസാനത്തെ ആണി എന്ന് പറയുന്ന ഒരു ആണിയായിരിക്കും. തുടർന്നും LDF അധികാരത്തിൽ വരും. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്, അവർക്ക് സ്വാധീനമുണ്ട്. ഇപ്പൊ നിലവിൽ ഭരണകക്ഷിയാണ് ആയതുകൊണ്ട് അവർക്കത് കഴിയും. അതിനെ പറ്റിയ ഫോക്കസുകളും പുറയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ മാറി ചിന്തിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസിന്റെ പതനം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി വരുന്ന തലമുറയ്ക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്ന ഈ പറയുന്ന വോട്ടധികാർ യാത്രയിൽ പങ്കെടുത്തിരിക്കുന്നതിൽ 85-90% ചെറുപ്പക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പക്കാരുടെ കാര്യങ്ങളും ചെറുപ്പക്കാരുടെ പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരിച്ചില്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെല്ലാം തിരിഞ്ഞു നിന്നാൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി ഉണ്ടാവില്ല, ആഭ്യന്തരമന്ത്രി ഉണ്ടാവില്ല, കോൺഗ്രസും ഉണ്ടാവില്ല, കോൺഗ്രസ് അധികാരത്തിലും കയറില്ല. കോൺഗ്രസ് വെറും പണ്ടത്തെ മുത്തശ്ശി കഥയിൽ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാർട്ടിയായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറി ചിന്തിച്ചില്ലെങ്കിൽ
ഈ പറയുന്ന കതറിട്ടുകൊണ്ട് നടക്കാമെന്നല്ലാതെ ഒരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ ജയ്പൂരിൽ നിന്നാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് തീർന്നു എന്നുള്ളതാണ് അതിനർത്ഥം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ മലയാളികളുടെ എല്ലാം ഒരാഗ്രഹം. ആഗ്രഹം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുണ്ട്. കേരളത്തിലുള്ള, എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള വകതിരിവില്ല എന്നുള്ളതാണ്. ഒരുപാട് ന്യൂസുകളും ഒരുപാട് യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ടർ, ദേശാഭിമാനി, മനോരമ എല്ലാ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ. പക്ഷേ അതിന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ നട്ടെല്ലായിട്ട് വളർന്നു വരുന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ കരിവാരി തേക്കുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായിട്ടുള്ള ഒരു കാര്യം. അതിനകത്ത് രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, അങ്ങനെയുള്ള നേതാക്കന്മാർ ഇവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിന്നിട്ട് ചെറുപ്പക്കാരായ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ എന്താണ് ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ളതെന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. പിന്നെ കൂടുതലും കേരളത്തിലുള്ള അമ്മമാരുടെയും സ്ത്രീകളുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു. അതിനകത്ത് നിന്ന് കൂടുതലും സ്ത്രീകൾ തന്നെ പറയുന്നത്, എന്തിനാണ് ഈ പെൺകുട്ടികൾ പോകുന്നത്, എന്തിനാണ് പോയത്? ചിലപ്പം പ്രേമവും പ്രണയ നൈരാശ്യം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് പ്രണയിച്ച ആള് ഒരു MLA ആയി കഴിയുമ്പോൾ ഉടനെ അവനെ കരിവേരി തേക്കുന്ന ഒരു കാര്യമല്ല ചെയ്യേണ്ടത്. അവർക്ക് അതിനകത്ത് പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് അവരുടെ വീട്ടിൽ പോയി, അവർക്കൊരു അമ്മയുണ്ട്, അവരോട് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളാണ് രാഷ്ട്രീയപരമായിട്ട് ഈ കളി കളിക്കുന്നത്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റിൻ്റെയും BJP-യുടെയും ഒക്കെ കൈകളുണ്ട്. വി.ഡി. സതീശൻ സാറ് അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടെ നമുക്കുണ്ട്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. നാട്ടിൽ വന്ന് ഞങ്ങൾ ഇവിടുന്ന് ലീവ് എടുത്ത് നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പം രണ്ടിടത്ത് നമ്മുടെ പുതുപ്പള്ളിയിലും നിലമ്പൂരിലും ഒക്കെ നടന്ന ഇലക്ഷൻ നമ്മളിവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അതിലൊക്കെ നമ്മൾ ഊറ്റം കൊള്ളിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹുലാണ്. രാഹുൽ, ഷാഫി പറമ്പിൽ, അതുപോലെ 1-2 ആൾക്കാരും കൂടെ ഉണ്ട്, വിഷ്ണു സാർ, അങ്ങനെ ഒരുപാട് കുറച്ച് നേതാക്കന്മാർ. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2 പേരെന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവർക്ക് കിട്ടുന്ന ഈ സപ്പോർട്ട് ദഹിക്കുന്നില്ല കാര്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക്. എനിക്കതാണ് തോന്നുന്നത്. അവർക്ക് ദഹിക്കുന്നില്ല. ദഹിക്കായ്മ എന്താണ്? നമ്മുടെ പാർട്ടി വളരണം എന്നതിലുപരി ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. കുറെ ആൾക്കാരും കുറെ മാധ്യമങ്ങളും ഒക്കെ പ്രതികരിക്കുന്നത് കണ്ടു. അവൻ തൻ്റെടിയാണ്, അവൻ്റെ വാക്കുകളിൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ അവന് തീരെയും എന്തോ പറയുന്ന വിഷമമില്ലാതെ അവൻ ചെയ്യുന്നു. പക്ഷെ കുറിക്ക് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാനുള്ള ഒരു ആർജവമുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് ദഹിക്കുന്നില്ല. അതിപ്പം BJP-നായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ആരായാലും അങ്ങനെ പറയുന്നവരെ ചിലപ്പം ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, എതിർ പാർട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് ഇഷ്ടപ്പെടായി എന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഞങ്ങൾ ഇവിടെ പ്രവാസികളായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾക്കിപ്പോൾ നാട്ടിൽ വന്ന് രാഷ്ട്രീയം പറയാനുള്ള സാഹചര്യം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റോ BJP-യോ കോൺഗ്രസോ ഒന്നുമല്ല. നമ്മൾ നന്നായിട്ട് പോകുന്ന, നന്നായിട്ട് ഭരിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഫുൾ സപ്പോർട്ട് നൽകുന്നു. എല്ലാ സപ്പോർട്ടുകളും എല്ലാ നന്മകളും ആശംസിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം. എന്റെ പേര് സൂസൻ, ഞാൻ ഇൻഡോറിൽ നിന്നാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് വന്ന് ഇത്രയും ഉന്നത നിലയിലെത്തിയിട്ട് ഇത്രയും വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ട് അങ്ങനെ ഒരു വൃത്തികേടി പോകുന്ന ഒരു പയ്യനാണെന്ന് ഒരിക്കലും ഞങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഈ ന്യൂസുകളൊക്കെ ഒത്തിരി കാണുന്നുണ്ട്. എന്റെ ഒരു അഭിപ്രായത്തില് ഇവരൊക്കെ കയറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കും, കോൺഗ്രസ് മുന്നേറും. നമ്മുടെ നാട്ടില് കോൺഗ്രസ് മുന്നേറിയാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ വിജയം നടക്കത്തില്ലല്ലോ. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന കളികളൊന്നും നടക്കത്തില്ലല്ലോ.
അപ്പം അതിന് വേണ്ടി ഇവരെ പോണക്കുള്ളവർ മുൻനിര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാരും കൂടി കളിക്കുന്ന ഒരു ഒത്തുകളിയാണെന്നാണ് എന്റെ സംശയം ബലമായത്. പക്ഷെ ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇത്രയും പറയുമ്പം ഒരു മാതാവുണ്ട്, ഒരു സിസ്റ്ററുണ്ട്, അവരുടെ ഹൃദയം എന്തോരം വേദനിക്കുന്നു ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇവരെ കുറിച്ച് അങ്ങനെ ഒന്ന് പറയുവാണെങ്കിൽ അവരുടെ ഭാര്യയുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവർക്ക് അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട്, അവര് വേദനിക്കുമെന്ന് പറയും. അപ്പൊ ഈ ചെറുപ്പക്കാരന് ഇവർ ആരും ഇല്ലയോ? അത്ര നല്ലതായ ഒരു മുൻപോട്ടുള്ള പോക്കല്ല. കാരണം കോൺഗ്രസിനെ നാടൊന്നും നന്നാകണം. കാരണം ഇവരുടെ ഈ അടി നിമിത്തമാണ് നമ്മുടെ കോൺഗ്രസ് ഒരിക്കലും മുന്നോട്ട് വരാതെ പോകുന്നത്. ഈ സതീശൻ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിന് വരാൻ പാടില്ല എന്നാ. എന്ത് തോന്നുന്നു? 15-ാം തീയതി ഇദ്ദേഹം പോകുന്നതിനോട് അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പോകണം, ധൈര്യത്തോടെ കടന്നു വേണം. കാരണം തെറ്റ് ചെയ്തവന്റെ തലയിലെ പപ്പിരിക്കത്തുള്ളൂ, കട്ടവന്റെ തലയിലല്ലേ പപ്പിരിക്കത്തുള്ളൂ. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി ചങ്കൂറ്റത്തോടെ പറയണം. ജനങ്ങളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കണം, നന്നായിട്ട് സംസാരിക്കണം. പോണം, തീർച്ചയായിട്ടും സമ്മേളനത്തിൽ പോണം. നമ്മുടെ കേരളത്തെ രക്ഷിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. തൃശ്ശൂരിന്നാണ്, മേരി എന്നാണ് എന്റെ പേര്. ഈ രാഹുലിന്റെ കാര്യത്തില് എന്താണ് സതീഷിന് ഇപ്പൊ തീരുമാനിക്കാനുള്ള കാര്യം? പാലക്കാട്ടുകാരല്ലേ രാഹുലിനെ തെരഞ്ഞെടുത്ത് വിട്ടത്. രാഹുല് പോണം ഈ നിയമസഭയിലോട്ട്. അതെങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ഇതിപ്പോ ലേഡീസ് പറയുന്ന പോലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന കൈക്കൂലി എത്ര മേടിച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പറയണത് പോകാൻ പാടില്ല എന്ന്. എന്താ ഇപ്പൊ കുന്നംകുളത്താൻ പോലീസുകാരെ ഇടിച്ച് നടപ്പാക്കിയതിന്റെ വന്നില്ലേ, CCTV വന്നപ്പോ മനസ്സിലായി. അതുപോലെ ഇവന്റെയും കാര്യങ്ങൾ തീരുമാനിക്കണം. രാഹുല് ഇപ്പൊ 3.5 വർഷം മുമ്പുണ്ടായ സംഭവല്ലേ, അതെന്താ ഇപ്പൊ പുറത്തു വന്നതെന്നുള്ളത് അന്വേഷിക്കുക സുനിൽ സാറ്. എന്തിനാ ഇപ്പൊ പുറത്തു വരുന്നത് നേരത്തെ വരണ്ടേ? ഇപ്പൊ ഇവൻ വല്ല ഇതിലേക്ക് കയറുന്നത് സതീശന്റെ ഒറ്റ കളിയാണ്, അതിലൊരു സംശയമില്ല. എന്നാ ഈ മോങ്ങകളെല്ലാം കൂടി ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിനെ ഇത് അറിയിച്ചിട്ട് തീരുമാനം എടുക്കണ്ടേ? അതില്ല. ഇപ്പൊ ഇന്നത്തെ പ്രസ്ഥാനത്തിലും പറഞ്ഞിട്ട് ഞാൻ ഇതിന് വിട്ടുമാറില്ലേ. എന്ത് വിട്ടുമാറില്ല? അയാൾ തറവാട്ട് മുതലാണ് ആൾക്കാർ ചോദിക്കുന്ന പോലെ. അയാളുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. അത് ചെയ്യരുത് ഒരിക്കലും. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും കൂടി അവനെ അവിടെ കൊണ്ടുവന്നാക്കണം. പാലക്കാട്ട് കൊണ്ടാക്കിയിട്ട് നിയമസഭയ്ക്ക് പോട്ടെ, അല്ലാതെ പോവാതിരിക്കരുത്. പോകണം തന്നെ പറയണം എല്ലാവരും. എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണല്ലോ. ഇത് സതീശ് മാത്രം തെരഞ്ഞെടുത്തിട്ടുള്ളതല്ലല്ലോ രാഹുലിനെ നാട്ടിൽ അവിടുത്തെ ജനങ്ങൾ പാലക്കാട്ടുകാർ തെരഞ്ഞെടുത്തതല്ല. അവര് തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രി ഒന്നും പറയില്ല. മുഖ്യമന്ത്രി എന്തുണ്ടായാലും അവന്റെ പോലെ അവിടെ ഇരിക്കും. ഇപ്പൊ സതീഷ് മേടിച്ച സൈഡ് ബിസിനസ്സിലേക്ക് മേടിച്ച പണത്തിന്റെ ഉങ്കാണ് ഈ കാണുന്നത്. അതുകൊണ്ട് രാഹുലിനെ പറഞ്ഞിരിക്കാൻ വേണ്ടി എല്ലാവരും തീരുമാനിക്കുക. രാഹുല്, ചാണ്ടി ഉമ്മൻ, പിന്നെ ഷാഫിയും, ഇവര് 3 ഇവര് ഇടിച്ചു താക്കാൻ നോക്കും. അത് ഈ രാഹുലിനോടും ഉമ്മൻചാണ്ടിയോടും ശ്രദ്ധിക്കണം, ചാണ്ടി ഉമ്മനോടും ശ്രദ്ധിക്കാൻ പറയാ. അതാണ് ഇനി പറയുന്ന കാര്യം. രാഹുലിന്റെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഷാഫിയുടെ പുറകിലും വരും, ചാണ്ടി ഉമ്മന്റെ പേരിലും വരും. ഞാനിത് കൊച്ചിയിൽ നിന്ന് വിളിക്കണ, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന്. പേര് എൻ്റെ പേര് ഫാറൂഖ്. എനിക്ക് 73 വയസ്സായി. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ കാണാവുന്ന വിഭ്രാന്തി മിഥ്യകൾ കാണുമ്പോൾ ഈ പരാജയ മിഥ്യകൾ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനിക്കാണെന്നുള്ളത് ചിന്തയില്ല. ഈ പറയുന്ന മാങ്കൂട്ടവും അതേമാതിരി 2-3 പേര് പുതിയ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ഈ അനുഗ്രഹങ്ങളും മിഥ്യകളുള്ളതിന്റെ പേര് കോൺഗ്രസ് അങ്ങറ്റം പതിഞ്ഞു പോയ കോൺഗ്രസ്സാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇല്ലാണ്ട് നശിപ്പിച്ചു കളഞ്ഞാണ്. അത് ഉടലെടുത്ത് വരുമ്പോൾ തന്നെ പിന്നെയും തലക്കെട്ട് കൊട്ടി താഴെ കിടത്താൻ നോക്കുന്ന ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ എന്ത് മര്യാദകേടാണ് ഈ കാണിക്കുന്നതല്ല. ഒരു കോൺഗ്രസ്സുകാരനാണ് ഈ കതറ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരൻ്റെ എൻ്റെ ചെറുപ്പത്തിൽ 62-65 കാലഘട്ടങ്ങളിലൊക്കെ പെട്രോൾ മാക്സിന്റെ പെട്ടിയും ചുമന്നിരുന്ന ആളാണ്. 9 വയസ്സ് 10 വയസ്സ് എനിക്കുള്ള സമയത്ത് ആ കോൺഗ്രസ്സുകാരനാണ്. മട്ടാഞ്ചേരിയിൽ ഏറ്റവും പറയപ്പെട്ട പഴയ കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദാദാ സിംഗ് എന്നാണ് പേര്. ഇന്ദിരാഗാന്ധി വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊച്ചി മട്ടാഞ്ചേരി മേഖലയിൽ ഇന്ദിരാഗാന്ധി വന്നൊരു സമയഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇവര് എന്ത് പറയാനാണ്? ഒരേ അമ്മമാരിരുന്ന് പറയുന്ന തെറികൾ കേൾക്കാൻ എനിക്ക് പൊലിക്ക് ലജ്ജയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് പറയാനാണെന്ന് എനിക്ക് തന്നെ പറ്റുന്നില്ല. കാരണം അത്രക്കും നല്ല നല്ല പിള്ളേർ നല്ല ഉഷരമുള്ള പിള്ളേര് തലപൊങ്ങി വന്ന അവരെ തലക്കെട്ട് അടിച്ച് മന്ദബുദ്ധിയാക്കി കളയാനുള്ള പരിപാടിയല്ലേ. ഇപ്പൊ ഒരു
ടീം എഴുതി പറയുന്നുണ്ട് മാങ്കൂട്ടത്തിനെ ചതിക്കാനുള്ള ഗ്രൂപ്പാണ് ഇട്ടത്. കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ പറയാനായിട്ട് തലമുത്തപ്പനായിട്ടിരിക്കുന്ന ആരാണ്? ഇപ്പൊ കേക്ക് മുറിക്കാൻ വേണ്ടി പോയില്ല, മൂപ്പന്റെ കൈ എവിടെയാണ് പോയി കൊണ്ടാന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ആ കേക്ക് മുറിക്കുന്ന ഭാഗത്ത് ആ കൈന്റെ, ഞാൻ എന്ത് പറയാനാണ്? ഞാൻ പറയില്ല, എനിക്ക് 73 വയസ്സായി, ഞാൻ മുസ്ലിമാണ്, ഞാൻ ദൈവത്തോട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ പ്രാർത്ഥനയുള്ള ആളാണ്. കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവന്റെ കൈ പോയി മുട്ടിയത് എവിടെയൊന്നും ശ്രദ്ധിച്ചു നോക്കിയാൽ പറയാൻ പറ്റാത്ത പെണ്ണിനെ പറയാൻ പറ്റില്ല. ആ സ്ത്രീകളാണത്. അവരെ മാറിടത്താണ് പോയി കൈ മുട്ടിയത്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ അമ്മമാര് പറയുന്ന വാക്കുകൾ കേട്ടിട്ട് എന്താ ഇനി മാങ്കൂട്ടമെന്ന് പറയട്ടെ, ചാവിൽ പറമ്പിലാവട്ടെ, പിന്നെ ആരും ആയിക്കോട്ടെ, ചെറുപ്പക്കാര് പിള്ളേരാണ്. ആർക്കാണ് അതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ആർക്കുണ്ടാവും? ചെന്ന് കാര്യം താരം കയറും. ആരാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരും നേരിച്ച് പോയി കൊടുക്കും. ഈ 3-4 വർഷം വരെ എവിടെ കിടന്നു വെച്ചൂരി. ഇപ്പൊ CBIയുടെ കാര്യം പറയണത്, CBI കൂട്ടിലെ തസ്യം നമ്പർ കൊണ്ടല്ലേ ഇവര് നടന്നത്. എനിക്ക് ഓരോരുത്തരുടെ പേര് എനിക്ക് പറയാൻ സഹായിക്കണില്ല. സത്യം നമ്പർ കൊണ്ട് CBI അന്വേഷണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഓരോ വേണ്ടപ്പെട്ട നല്ല നല്ല മനുഷ്യരൊക്കെ ആൾക്കാരൊക്കെ ഇല്ലേ, ദിവ്യ എന്ന് പറഞ്ഞവരൊക്കെ ആരാണെന്ന് ഇതിനൊക്കെ അന്വേഷണത്തിന് വെച്ചിട്ടുണ്ടാ? ഇപ്പൊ കൂട്ടിയിട്ട് പുറത്ത് വിട്ടാ CBI എന്ന് പറയാനായിട്ട്. സ്ത്രീകളും വന്ന് പറയുന്ന വാക്ക് അമ്മച്ചിമാരൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ? ജോലി പോലും നമ്മളീ കോൺഗ്രസ്സുകാരായിട്ട് നീ എന്ത് പറഞ്ഞ് നടക്കുന്നുള്ളതാണ്. അമ്മച്ചി ഇപ്പൊ പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ട് ചൂലാണ്ട് ഇരുന്നിട്ട് പോലും ഈ പറഞ്ഞ് ഞാനത് എനിക്ക് മറ്റാക്കും കാരണം എല്ലാം ഉള്ള ആളാണ്. എന്നിട്ട് പോലും കയ്യിലെ കാശ് കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് പോയി വോട്ട് ചെയ്ത ആളാണ്. അറിയാമോ? ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അനാവശ്യം പറയാൻ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.